സലീം മടവൂർ LDF സ്ഥാനാർത്ഥിയാകും. ഇടത് സ്വതന്ത്രനായാണ് സലീം മടവൂർ മത്സരിക്കുന്നത്. രാഹുൽ കെ വിവരങ്ങളുമായി. രാഹുൽ, PK ഫിറോസ് ആണ് അവിടെ UDF വേണ്ടി ഇറങ്ങുന്നത്. സലീം മടവൂർ ഇടത് സ്വതന്ത്രനാകുമെന്നും അറിയുന്നു. എന്തൊക്കെയാണ് ചർച്ചകൾ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, കൊടുവള്ളി മണ്ഡലം എന്നത് LDF സ്വതന്ത്രന്മാരെ മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഘടകകക്ഷി LDFിലെ തന്നെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ RJDയുടെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളെയാണ് ഇത്തവണ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നത് എന്ന രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. RJDയുടെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളായ സലീം മടവൂരാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നത്. RJDയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് അദ്ദേഹം സ്വതന്ത്രനാകുന്നത്. കഴിഞ്ഞ തവണ അതിന് മുൻപത്തെ തവണയും കാരാട്ട് റസാഖാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. ലീഗിലെ മുതിർന്ന നേതാവായ MK മുനീറാണ് നിലവിൽ അവിടെയുള്ള MLAയും. അതിനു മുൻപ് കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ ജയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതോടുകൂടി LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവുകയും പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ RJDയുടെ പ്രഖ്യാപനമാണ് വൈകിയിരുന്നത്. ഇന്ന് വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഉച്ചതിരിഞ്ഞ് RJDയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊടുവള്ളിയിൽ ഇടതു സ്വതന്ത്രനായി LDF പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രചാരണത്തിലേക്ക് വളരെ ഊർജിതമായി തന്നെ കടക്കുന്നു എന്നുകൂടിയാണ് നേതാക്കൾ പറയുന്നത്. ശ്രീജ പറഞ്ഞ പോലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PK ഫിറോസ് ആണ് കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുതിർന്ന നേതാവായ MK മുനീറിന്റെ പിൻഗാമിയായി നിയമസഭയിലേക്ക് എത്തുമെന്ന് UDF ഇതിനകം തന്നെ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോഡ് ഷോയിലേക്ക് അടക്കം ലീഗ് UDF കടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശക്തമായ മത്സരം, മണ്ഡലം പിടിച്ചെടുക്കുമെന്നൊരു ഒരു പ്രഖ്യാപനമാണ്, അവകാശവാദമാണ് സലീം മടവൂരിനെ മത്സരിപ്പിക്കുന്നതിലൂടെ LDF മുന്നോട്ട് വെക്കുന്നത്.